ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ സൃഷ്ടിച്ചു എന്നത് അള്ളാഹുവിന്റെ ആയാത്തുകളായി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായി അള്ളാഹു എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇണ എന്നത് ഒരു അനുഗ്രഹമാണ് എന്നതാണ് ആദ്യത്തെ കാര്യം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ മഹത്തായ ഒരു അനുഗ്രഹമാണ്, അതുപോലെ തന്നെ വലിയ ദൃഷ്ടാന്തമാണ് ഇണകളായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നത്. അതുകൊണ്ട് തന്നെ പിശാച് ഈ ബന്ധം വിച്ഛേദിപ്പിക്കാൻ ഏറെ താല്പരനാണ്, അതീവ താല്പര്യം കാണിക്കും, അതിനുവേണ്ടി പരിശ്രമിക്കുമെന്ന് ഹദീസുകളിൽ കാണാം. ഇക്കാര്യം അറിയിക്കുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഇബ്ലീസ യളഉ അർശഹു അലൽ മാ, ഇബ്ലീസിന് സമുദ്രജലത്തിൽ അവന്റെ ഒരു അർശുണ്ട്. ആ അർശിൽ അവൻ അവിടെ എന്താണ് അവൻ ചെയ്യുന്നത്? സുമ്മ യബ്അസു സറായാഹു, അവന്റെ സൈന്യത്തെ അവൻ പല ഭാഗങ്ങളിലേക്കായിട്ട് വിന്യസിക്കും. പിശാചിന്റെ സഹായികളെ ദുനിയാവിന്റെ പല കോണുകളിലേക്കായിട്ട് അവൻ പറഞ്ഞേക്കും. എന്തിനു വേണ്ടി? മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫഅദ്നാഹു മിൻഹു മൻസിലതൻ അഅളമുഹും ഫിത്നതൻ, അവൻ ഏൽപ്പിക്കുന്ന പണി ഏറ്റവും ഭംഗിയായിട്ട് ആരാണോ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ആദമിന്റെ മക്കളെ ഫിത്നയിൽ ആരാണോ ആക്കുന്നത്, ഏത് ശൈത്താനാണോ ആ ചെയ്യുന്നത്, അവനാണ് ഏറ്റവും സ്ഥാനം ശൈത്താന്റെ അടുക്കൽ. ശേഷം അവിടുന്ന് പറഞ്ഞു, യജീഉ അഹദുഹും ഫയഖൂൽ ഫഅൽതു കദാ വകദാ, ഇബ്ലീസിന്റെ അടുക്കലേക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ അറിയിക്കും. ഇങ്ങനെയൊക്കെ ആളുകളെ പേപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവൻ എന്ത് പറയും? മാ സനഅത ശൈഅ, നീ ചെയ്തൊന്നൊന്നുമല്ല എന്ന് വെച്ചാൽ നിരുത്സാഹപ്പെടുത്തും, ഇത് വലിയൊരു കാര്യമല്ല എന്ന തരത്തിൽ. എന്നാൽ സുമ്മ യജീഉ അഹദുഹും ഫയഖൂൽ മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതി, മറ്റൊരു ശൈത്താൻ വന്ന് പറയും, ഞാൻ ഒരാളെ അവളുടെ ഇണയിൽ നിന്നും വേർപിരിച്ചു, വിവാഹബന്ധം വേർപ്പെടുത്തിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ ഇബ്ലീസ് എന്ത് പറയും? ഫയുദ്നീഹി മിൻഹു വയഖൂൽ നിഅമ അൻത, ഇബ്ലീസിന്റെ സ്വന്തക്കാരനാക്കി അടുത്തേക്ക് വിളിച്ചിട്ട് എന്ത് പറയും? നിഅമ അൻത, ആ ഇബ്ലീസിനെ, ആ ശൈത്താനെ പ്രശംസിക്കും. ഇപ്പോൾ പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്ന് പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ദാമ്പത്യം തകർക്കാൻ പിശാച് അങ്ങേയറ്റത്തെ ശ്രമിക്കും. നോക്കൂ, വേറെ പല കാര്യങ്ങളും ചെയ്ത് ആളുകളെ പേടിപ്പിക്കാൻ നോക്കിയവനോട് മാ സനഅത ശൈഅ, നീ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ദാമ്പത്യം ഒരു ദമ്പതിമാർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയ ആളെ സംബന്ധിച്ച് അവനെ ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്, അവനെ പ്രശംസിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കാം ഇണകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ പിശാച് അതീവ താല്പര്യനാവുന്നത്? നമുക്കറിയാം, പിശാചിന്റെ ഉദ്ദേശം നമ്മൾ ദീനിൽ നിന്ന് അകറ്റലാണ്. അപ്പോൾ ദാമ്പത്യം വേർപിരിഞ്ഞാൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ പ്രശ്നം ഇൻഖിതാഉൻ നസ്ൽ, സന്താന പരമ്പര. സ്വാലിഹീങ്ങൾക്കിടയിലാണ് ഈ പ്രശ്നം ഉണ്ടാക്കുക, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ. കാരണം എന്താണ്? മുൻഗാമികളിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. യഹൂദന്മാർ പറയും, മുസ്ലിമീങ്ങൾക്ക് ഈ വസ്വാസിന്റെ പ്രശ്നമില്ല, പക്ഷെ നമുക്കതില്ല എന്ന് യഹൂദന്മാർ പറയുമ്പോൾ ആ ആൾക്ക് ആ പണ്ഡിതൻ മറുപടി കൊടുത്തതായി കാണാം. പൊളിഞ്ഞ വീട്ടില് അല്ലെങ്കിൽ തകർന്ന വീട്ടില് കള്ളൻ എന്ത് കാര്യം എന്ന് മറുപടി കൊടുത്തതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാത്ത, അടിസ്ഥാനപരമായി കുഫ്ർ സംഭവിച്ച ജൂതന്റെ മേലെ ഇനി പിശാച് വസ്വാസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മുസ്ലിമിന് അത് പ്രയാസം ഉണ്ടാകും, വസ്വാസം ഉണ്ടാകും, അത് ഈമാന്റെ അടയാളാണ്. അപ്പോൾ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ ഭൂമിയിൽ ഉണ്ടാവുക എന്നതിന് തടയിടാൻ കാരണമാകും തലാഖ് എന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇദാം തർബിയത്തിൽ അത്ഫാൽ, മാതാപിതാക്കളും അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും വേർപിരിഞ്ഞാൽ മക്കളുടെ തർബിയത്ത് ആകെ പ്രശ്നത്തിലാവും. ഉപ്പയും ഉമ്മയും കൂടി ഒരുമിച്ച് മക്കളെ കൈകാര്യം ചെയ്യുമ്പോഴാണ് നല്ലൊരു തർബിയത്ത് കൊടുക്കാൻ പറ്റുക. പലപ്പോഴും ഹറാമുകളും ഹലാലുകളും പഠിപ്പിച്ച് നല്ലൊരു വ്യക്തിയാക്കി എടുക്കാൻ പറ്റുക എപ്പോഴാണ്? അതിനേറെ സഹായകമാകും ഉപ്പയും ഉമ്മയും രണ്ടു പേരും ഒരുമിച്ച് ഏകോപിച്ച് നിൽക്കൽ.
അപ്പോൾ ഇതില്ലാതാക്കാനും കഴിയും. കുട്ടികളുള്ള ദമ്പതിമാരാണെങ്കിൽ ആ കുട്ടികളെ പിഴപ്പിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാകും കാര്യങ്ങൾ. മറ്റൊരു സാധ്യത പണ്ഡിതന്മാർ പറഞ്ഞത് ഇണ ഇല്ലാതായാൽ വിചാരത്തിലേക്കുള്ള മാർഗം എളുപ്പമാകും. അതൊരു നോട്ടം കൊണ്ട് ആണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യുവാക്കളെ സാധ്യമാകുന്നവർ വിവാഹം കഴിക്കുക. വിവാഹത്തിന്റെ ശ്രേഷ്ഠതയായിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാന കാര്യം എന്താണ്? അഹ്സനുൽ ഫർദ്, അഅ്ദുൽ ബസർ വ അഹ്സനുൽ ഫർദ്. കണ്ണ് താഴ്ത്താൻ ഏറെ സഹായിക്കും, അതുപോലെ തന്നെ ഗുഹ്യാവയവത്തെ സംരക്ഷിക്കും. അപ്പോൾ വിചാരം എന്ന പിശാചിന്റെ ആയുധം അതൊന്നുകൂടെ എളുപ്പമാവും ആരുടെ നേരെ പ്രയോഗിക്കാൻ, മനുഷ്യനെ നേരെ പ്രയോഗിക്കാൻ, അവന്റെ ഇണ ഇല്ലാതായാൽ, ദാമ്പത്യം വേർപെടുത്തിയാൽ. മറ്റു കാരണമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് പരസ്പരം ശത്രുത ഉണ്ടാക്കാൻ കഴിയും. എന്നുവെച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ശത്രുതയാണെങ്കിൽ അതൊരു കുടുംബം തമ്മിൽ ശത്രുതയാവും. അങ്ങനെ മുസ്ലിമുകൾക്കുള്ള ഐക്യം തകർക്കാൻ അത് സഹായകമാവും പിശാചിനെ സംബന്ധിച്ചിടത്തോളം. അല്ലാഹു പറഞ്ഞില്ല, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. പിശാച് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കിടയിൽ പരസ്പരം ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ അൻആമിലെ ആയത്താണ്. ഇങ്ങനെ ശത്രുതയും മറ്റുമുണ്ടായാൽ പരസ്പരം വാക്കാലും പ്രവൃത്തിയാലും അക്രമം ചെയ്യുകയും ദീനിൽ നിന്ന് അകറ്റാൻ സഹായകമാകും. നേരത്തെ പറഞ്ഞ പോലെ ദീനിൽ മുസ്ലിമുകളുടെ ഐക്യത്തെ വരെ ബാധിക്കാൻ അത് കാരണമാകും. അപ്പോൾ നമുക്കിടയിൽ ശത്രുത ഉണ്ടാക്കൽ പിശാചിന്റെ ഉദ്ദേശത്തിൽപ്പെട്ടതാണ്. അതറിയിക്കുന്ന വേറെയും ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹോദരന്റെ കച്ചവടത്തിനു മേൽ ഓരോരുത്തരും പോയി കച്ചവടം ചെയ്യരുത് എന്ന് വിലക്കിയത് കാണാം. കച്ചവടം ചെയ്തുകൊണ്ടിരിക്കെ ഒരു കസ്റ്റമറും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ വേറൊരാൾ പോയിട്ട് വാങ്ങുകയോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇതിനേക്കാളും വില കുറഞ്ഞ സാധനം ഉണ്ടെന്ന് പറയുകയോ ചെയ്യരുത്. ഇത് വിലക്കിയതാണ്. കാരണം ഇത് ശത്രുതയ്ക്ക് കാരണമാകും. അതുപോലെ ശത്രുതയ്ക്ക് കാരണമായ ഒരുപാട് കാര്യങ്ങൾ വിലക്കിയതായി കാണാം. അതുപോലെ ഉദാഹരണം, തന്റെ സഹോദരൻ വിവാഹാലോചിച്ച സ്ത്രീയെ പോയി വിവാഹം ആലോചിക്കുന്നത് എന്നുവെച്ചാൽ ഏകദേശം ശരിയായി നിൽക്കുന്ന ഒരു ആലോചന, അതിന്റെ മേൽ പോയി മറ്റൊരാൾ വിവാഹാലോചിക്കൽ, ഇതും വിലക്കിയതാണ്. ഇതിന്റെ എല്ലാം കാരണം പരിശോധിച്ചാൽ മനസ്സിലാകുന്ന എന്താണ്? ശത്രുതയ്ക്ക് വഴിവെക്കുമെന്നതാണ്. ശത്രുതയിലേക്കുള്ള മാർഗങ്ങൾ വരെ അടച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ ഐക്യത്തെ ബാധിക്കുന്ന പരസ്പരം ശത്രുത, വിദ്വേഷം ഇതിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ തന്നെ ഇസ്ലാം അടച്ചതായി കാണാം. അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, തകർക്കാൻ, ദാമ്പത്യത്തെ തകർക്കാൻ പിശാച് അതീവ താല്പര്യനാണ്. അതിനുള്ള പല മാർഗവും അവൻ സ്വീകരിക്കും. ശത്രുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിവില്ല എങ്കിൽ, എങ്ങനെയെല്ലാമാണ് പിശാച് നമ്മളെ തെറ്റിക്കുക എന്ന ബോധ്യമില്ലെങ്കിൽ, അറിവില്ലെങ്കിൽ നാം അതിൽ വീണുപോകും. അപ്പോൾ ഇൽമു നേടൽ, പ്രത്യേകിച്ചും ദാമ്പത്യ വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇത് അറിയിക്കുന്നുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ പാപങ്ങൾ, അല്ലാഹുവിനെ ധിക്കരിക്കൽ ദാമ്പത്യത്തെ തകർക്കാൻ കാരണമാകും. അല്ലാഹുവിനെ ധിക്കരിക്കൽ, ഹറാമുകൾ ചെയ്യൽ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുക എന്ന് നമുക്ക് ഒരുപക്ഷെ സംശയം തോന്നിയേക്കാം. ഇതിനറിയിക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. പാപങ്ങൾ നമുക്ക് മുസീബത്ത് വരാൻ കാരണമാകുമെന്ന് അറിയിക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. സൂറത്ത് നൂഹ് നബിയുടെ ജനതയെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, മിമ്മാ ഖതിആതിഹിം ഉഗ്രിഖൂ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെ പാപങ്ങൾ കാരണത്താൽ അവർക്ക് എന്ത് സംഭവിച്ചു? ഉഗ്രിഖൂ, അവരെ പ്രളയം മൂലം മുക്കി നശിപ്പിക്കപ്പെട്ടു. ദുനിയാവിൽ അള്ളാഹു നൽകിയ ശിക്ഷയാണ്. അതിന്റെ കാരണം എന്തായിട്ടാണ് പറഞ്ഞത്? മിമ്മാ ഖതിആതിഹിം, അവരുടെ പാപങ്ങൾ. ഫഉദ്ഖിലൂ നാറ, ആഖിറത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നരകത്തിൽ പ്രവേശിക്കും. അതുപോലെ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തിൽ കാണാം, ഖുൽതും അന്ന ഹാദാ, മുസ്ലിമീങ്ങളെ നിങ്ങൾ ഇതാ പറയുന്നു, ഇത് എങ്ങനെയാ സംഭവിച്ചത്, എങ്ങനെയാ പരാജിതരായത്? അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എതിരെയുള്ളത് ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കീങ്ങളാ, പിന്നെ എങ്ങനെ പരാജയപ്പെട്ടു? അള്ളാഹു മറുപടി കൊടുത്തു, ഖുൽ, പറഞ്ഞു കൊടുക്കുക, ഹുവ മിൻ ഇൻദി അൻഫുസികും, നിങ്ങൾ തന്നെയാണ് കാരണം, നിങ്ങളുടെ പാപങ്ങളാണ് കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഒരു നിസ്സാരമായ ഒരു കൽപ്പനയായി അത് ലംഘിച്ചിട്ട് ആണ് ഇത്രയും പ്രയാസം ഉണ്ടായത്. അനിയമത്ത് സ്വത്ത് വാരിക്കൂട്ടുന്നത് കണ്ട് ആ കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽപ്പിച്ച സ്ഥലത്ത് നിന്നും ചില പടയാളികൾ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അള്ളാഹു റസൂൽ ഒരൊറ്റ കൽപ്പന ധിക്കരിച്ചതിന്റെ പേരിലാണ് ഇത്രയും പ്രയാസം മുസ്ലിങ്ങൾക്ക് ഉണ്ടായത്. അപ്പോൾ പാപങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നവനെ എന്ത് ധൈര്യത്തിലാണ് നീ അതിൽ
വിഹരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചതായി കാണാം. അതുപോലെ തന്നെ അല്ലാഹു പറയുകയാണ്, അവർ അവരുടെ പാപങ്ങൾ കാരണത്താൽ എന്തു ചെയ്യും? അവരുടെ മേൽ വാലിമ്യങ്ങളായ അക്രമികളായ ആളുകളെ നാം എന്തു ചെയ്യും? അവർക്ക് അധികാരം നൽകും. അക്രമികൾക്ക് അധികാരം നൽകും. ആരുടെ മേൽ? ഈ പാപം ചെയ്യുന്ന ജനതയ്ക്കുമേൽ. അപ്പോൾ പാപങ്ങൾക്ക് അനന്തര ഫലങ്ങളുണ്ട്, നമുക്ക് നിസ്സാരമായിട്ട് കണ്ടുകൂടാ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അസർ കാണാം. മുൻഗാമികളിൽ നിന്ന് പറയപ്പെട്ടതായി കാണാം, ഞാൻ ചെയ്തൊരു പാപത്തിന്റെ അനന്തര ഫലം അത് എന്നിലും എൻ്റെ ഭാര്യയിലും, എന്തിനേറെ ഞാൻ ഉപയോഗിക്കുന്ന വാഹനമായി ഉപയോഗിക്കുന്ന മൃഗത്തിൽ വരെ അതിന്റെ അനന്തര ഫലം എനിക്ക് കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാപങ്ങൾ നിസ്സാരമായി കാണരുത്. അള്ളാഹുവുമായുള്ള ബന്ധം അത് മോശമാണെങ്കിൽ, നാം നമ്മുടെ റബ്ബായ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണെങ്കിൽ, നമുക്ക് കീഴെയുള്ള നമ്മുടെ നിയന്ത്രണത്തിലുള്ളവർ നമ്മുടെ കൈപ്പിടിയിൽ വരുമെന്ന് നാം കരുതേണ്ടതില്ല. എങ്ങനെയാണോ അള്ളാഹുവിനെ നാം ധിക്കരിക്കുന്നത്, അതുപോലെ സൃഷ്ടികളെ നമുക്കെതിരെ തിരിച്ചുവിട്ട് അള്ളാഹു പരീക്ഷിച്ചേക്കാം. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് യഥാർത്ഥ മാതൃക. ഏതൊരു വിഷയത്തിലും മുസ്ലിമിന് യഥാർത്ഥ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉദാഹരണമായിട്ട് സഅദ് ഇബ്നു ഹിശാം, അദ്ദേഹം ബസ്റയിൽ നിന്നും തൻ്റെ സ്വത്തും വീടുമെല്ലാം വിറ്റ് എത്രത്തോളം തൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്ത് വിവാഹബന്ധം വേർപെടുത്തി മദീനയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം ആ സമ്പത്ത് കൊണ്ട് ആയുധങ്ങൾ വാങ്ങി ജിഹാദ് ഉദ്ദേശിച്ചാണ് മദീനയിലേക്ക് വന്നത്. മദീനയിലെത്തിയപ്പോൾ മദീനക്കാരെന്ത് പറഞ്ഞു? നീ ചെയ്തതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ചില ആളുകൾ ചെയ്തിരുന്നു. അവരോടായിട്ട് അവിടുന്ന് പറഞ്ഞത്, അലൈസ ലക്കും ഫിയ ഉസ്വ. ഈ ചെയ്ത ആളുകളോട് അന്ന് റസൂൽ ചോദിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അലൈസ ലക്കും ഫിയ ഉസ്വ, നിങ്ങൾക്ക് എന്നിൽ മാതൃകയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹബന്ധം ഉപേക്ഷിച്ചിട്ടല്ല ജിഹാദിന് ഇറങ്ങിയത്. അതുപോലെ തന്നെ പരിപൂർണമായി സ്വത്ത് വിറ്റിട്ടില്ല. എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക വെടിഞ്ഞ് ജിഹാദ് എന്ന ഏറെ അതിന്റെ കണ്ടീഷൻസ് എല്ലാം പാലിച്ച് ചെയ്യുകയാണെങ്കിൽ ഏറെ എന്താ പറയാ പ്രതിഫലമുള്ള ശ്രേഷ്ഠതയുള്ള ഈ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് പോലും അള്ളാഹുവിന്റെ റസൂൽ ആക്ഷേപിച്ചതാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ പരിപൂർണമായ മാതൃക ഉൾക്കൊള്ളാത്തത് കാരണത്താൽ. അപ്പോൾ ഏതൊരു കാര്യവും ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. ഇപ്പോൾ ദാമ്പത്യത്തിലും ആരെയാണ് നാം മാതൃകയാക്കേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിനെയാണ്. അവിടുത്തെ സ്വഭാവമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഭാര്യമാരുമായുള്ള അവിടുത്തെ സ്വഭാവം ഏറെ അതിൽ പ്രകടിച്ചു നിന്നിരുന്നത് എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ലുത്ഫാണ്, അനുകമ്പയാണ്. ഭാര്യമാരോട് ഏറെ അനുകമ്പ കാണിക്കുന്നവനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി അവിടുത്തെ നല്ല മാതൃകയായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അത്തൗസിഉ ഫിൽ മുബാഹ്, അനുവദനീയമായ കാര്യങ്ങളിൽ വിശാലത കാണിക്കുക, ഹറാമല്ലാത്ത കാര്യങ്ങളിൽ വിശാലത കാണിക്കുക. ഉദാഹരണം ഭക്ഷണവും മറ്റു കാര്യങ്ങളും. നമ്മളിപ്പോൾ ഒരു കാര്യം അത് ശരിയല്ല, അതിലിങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്, എന്നാൽ ഉറപ്പുവരുത്തിയിട്ടില്ല. അപ്പൊ നമ്മളത് വേണ്ടാതെ വെക്കുക. അത് ഹറാമല്ലാത്തിടത്തോളം അത് ഇഷ്ടമുള്ള നമ്മുടെ ഭാര്യക്കോ മക്കൾക്കോ അത് ഹറാമാക്കാൻ പോകല്ല. അത് അവർക്കത് പ്രയാസമായി തീരും. നമ്മുടെ ബന്ധത്തെ തന്നെ ചിലപ്പോൾ ചെറുതായി ബാധിച്ചേക്കാം. അപ്പോൾ ഹറാമല്ലാത്ത, വ്യക്തമായ ഹറാമല്ലാത്ത കാര്യത്തിൽ അവിടുന്ന് വിശാലത കാണിക്കാറുണ്ടായിരുന്നു, കടുംപിടുത്തം കാണിക്കാറില്ലായിരുന്നു. മറ്റൊരു സ്വഭാവമായിട്ട് ഇദ്ഹാറുൽ മവദ്ദ എന്ന് വെച്ചാൽ സ്നേഹം പ്രകടിപ്പിക്കുക, സ്നേഹം പുറത്ത് കാണിക്കുക, പ്രകടിപ്പിക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളിൽ ഒതുക്കാറല്ല, പ്രകടമാവും രൂപത്തിൽ തന്നെ അത് കാണിക്കാറുണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹത്തിന്റെ പ്രധാന ഉദ്ദേശങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ത്? വിവാഹത്തിന് പല ഉദ്ദേശങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹം നിശ്ചയിച്ചതിന് പിന്നിൽ ബഹുവിന് ഹിക്മത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? സന്താന ഉൽപാദനം, മനുഷ്യ പരമ്പര നിലനിൽക്കൽ. മറ്റൊന്നെന്താണ്? മിൻ അഅ്ളമി മഖാസിദിക അത്തഹ്സീൻ,
ഇണകൾ പരസ്പരം മറ്റൊരു ഹറാമിലേക്ക് പോകാതിരിക്കൽ, വ്യഭിചാരം കുറയൽ, ഇതിന്റെ പ്രധാന ഉദ്ദേശമാണ് വിവാഹത്തിന്റെ. അപ്പൊ ഈ ഒരു ബോധ്യം ദമ്പതിമാർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു അനുവദനീയമാക്കിയ അവസ്ഥയിൽ ദുനിയാവിൽ എനിക്ക് എന്റെ ഇണയേ ഉള്ളൂ എന്ന പരസ്പരം തിരിച്ചറിയൽ ദമ്പതിമാർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നൊരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, മാ ഹഖ്ഖു സൗജതി, എന്റെ ഭാര്യയ്ക്ക് ഞാൻ നിർബന്ധമായി നൽകേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ആ സ്വഹാബിയുടെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ മേലെ അള്ളാഹു നിർബന്ധമാക്കിയ ഭാര്യയ്ക്ക് നൽകേണ്ട അവകാശങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിന് എന്ത് ചോദിക്കായിരുന്നു? അവൾ എന്തൊക്കെയാണ് നിർബന്ധമായി എനിക്ക് ചെയ്തു തരേണ്ടത്, അത് അറിഞ്ഞ ശേഷം അവൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്നറിയാൻ അങ്ങനെ ചോദിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം എന്തിനാണ് പ്രാമുഖ്യം കൊടുത്തത്? അള്ളാഹു എന്റെ മേലെ നിർബന്ധമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതറിഞ്ഞാൽ എന്റെ നിന്നൊരു അവകാശം, ഞാൻ കൊടുക്കുന്ന ഒരു അവകാശം വേറൊക്കെ കിട്ടാതായി പോകരുത്. സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ മുൻഗണന കൊടുക്കുക എന്നൊരു മാതൃക ഈ സ്വഹാബിയുടെ ചോദ്യത്തിൽ കാണാം. അള്ളാഹു പറഞ്ഞില്ലേ, ഖു അൻഫുസക്കും, നിങ്ങളെ നരകത്തിൽ നിന്ന് കാക്കുക. ശേഷമാണ് ആരെ പറഞ്ഞത്? വഅഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തെ. സ്വന്തത്തിന്റെ മുൻഗണന കൊടുക്കുക, അവനവന്റെ കാര്യം നന്നാക്കുക. അതിന് സ്വഹാബിയുടെ ചോദ്യം അറിയിക്കുന്നുണ്ട്, അതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വഹാബിക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു. ഒന്നാമത്തേത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ്. നീ ഭക്ഷിക്കുമ്പോൾ അവളെയും ഭക്ഷിപ്പിക്കുക. സ്ത്രീയുടെ ഭക്ഷണം അത് അള്ളാഹു ഭർത്താവിനെയാണ് അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത് വസ്ത്രം. നീ വസ്ത്രം വാങ്ങുമ്പോൾ അവളെയും പരിഗണിക്കുക, അവൾക്കും വാങ്ങുക. മൂന്നാമതായിട്ട് അവിടുന്ന് പറഞ്ഞു മുഖത്തടിക്കരുത്. നാലാമത്തേത് അവഹേളിക്കരുത്. അത് മാനസികമാവട്ടെ ശാരീരികമാവട്ടെ, ഇത് രണ്ടും ഒഴിവാക്കാൻ പ്രത്യേകം കൽപ്പിച്ചു. അഞ്ചാമതായി പറഞ്ഞു വീട്ടിലല്ലാതെ പിണങ്ങിക്കഴിയരുത്. ചില ആളുകൾ പിണങ്ങിക്കഴിഞ്ഞാൽ ഒരു യാത്രയിലൊക്കെ ആണെങ്കിൽ പോകുന്ന വഴിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അവിടുന്ന് വിലക്കിയ കാര്യമാണ്, വീട്ടിലല്ലാതെ പിണങ്ങിക്കഴിയരുത്. ഹജ്ജത്തുൽ വദാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന സ്വഹാബികളോടായിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളുടെ വിഷയത്തിൽ ഞാൻ തരുന്ന ഈ വസിയത്ത് നിങ്ങൾ സ്വീകരിക്കുക. എന്താണത്? സ്ത്രീകളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണമെന്ന്. ഹജ്ജത്തുൽ വദാഇന്റെ പ്രാധാന്യം നമുക്കറിയാം. അവസാനത്താണ് അടുത്ത് പോലും സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ, പുരുഷന് അവരുടെ പ്രകൃതം മനസ്സിലാക്കാൻ സഹായിക്കാൻ എളുപ്പമാകുന്ന രീതിയിൽ ഉദാഹരിച്ചതായി കാണാം. അവിടുന്ന് പറഞ്ഞു, അൽ മർഅതു കദ്ദില, സ്ത്രീ വാരിയല് പോലെയാണ്. എന്താണ് വാരിയലിന്റെ പ്രത്യേകത? ചെറിയൊരു വളവുണ്ടാകും, അതുപോലെ തന്നെ പരിപൂർണമായി എല്ലാവിധത്തിലും നേരെയുള്ള പോരായ്മയില്ലാത്തൊരു ഇണയെ ആർക്കും കിട്ടില്ല, ആണാവട്ടെ പെണ്ണാവട്ടെ. അപ്പോൾ വാരിയല് പോലെയാണ്, ചെറിയൊരു വളവ്, പോരായ്മകൾ ഉണ്ടാകും. ശേഷം അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യട്ടെ? ആ വളവോടുകൂടി ജീവിച്ചു കൊള്ളട്ടെ. നീ അല്ല ആ പോരായ്മ നികത്തിയേ അടങ്ങൂ എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ എന്താണത്? അത് വാരിയൽ നിവർത്തുന്നത് പോലെ ആയിരിക്കും. എന്ത് സംഭവിക്കും? കെസറു, അതിനെ അവൻ പൊട്ടിക്കും. അവസാനം അവിടുന്ന് പറഞ്ഞു, കെസറുഹ ത്വലാഖുഹ, ആ പൊട്ടിക്കലാണ് എന്തിനോട് ഉപയോഗിച്ചു? പൊട്ടിക്കലിനെ ത്വലാഖുഹ, ഇത് ത്വലാഖാണ്. ഹദീസിലുള്ള പാഠം പോരായ്മകൾ ഉണ്ടാകും. അപ്പോൾ പോരായ്മകൾ കണ്ണിന്റെ മുമ്പിൽ വെച്ച് എപ്പോഴും അത് ആലോചിക്കാതെ വ്യക്തിയിലുള്ള അല്ലാഹു നൽകിയ ഫദ്ലുകൾ, അവരുടെ നല്ല സ്വഭാവങ്ങൾ, അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അതിന് സഹായകമാകുന്ന ഹദീസാണിത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിന, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിന, മുഅ്മിനായ ഒരു പുരുഷൻ മുഅ്മിനതായ സ്ത്രീയെ വെറുക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ഖുലുഖൻ ആഖർ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, അവളിൽ നിനക്ക് ഇഷ്ടമില്ലാത്ത
ചില സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള തൃപ്തി ഉണ്ടാക്കുന്ന വേറെ ഒരുപാട് സ്വഭാവങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് സ്ത്രീ എന്നില്ല, നമ്മുടെ ദുനിയാവിൽ ഏതൊരു കാര്യത്തിലാണെങ്കിലും, ഉപയോഗിക്കുന്ന ഫോണിലാണെങ്കിൽ പോലും ചെറിയൊരു പോരായ്മ അതിലുണ്ട്. അതുകൊണ്ട് വേറെ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. ആ പോരായ്മയിൽ മാത്രം കണ്ണു നട്ടു നിന്നാൽ ആകെ പ്രയാസത്തിലാവും ജീവിതം. ദുനിയാവിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളായാലും ഏതിലായാലും, പ്രത്യേകിച്ചും ഇണയുടെ കാര്യത്തിൽ പ്രത്യേകം ഈ ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്. പോരായ്മകൾ മാത്രം എപ്പോഴും കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവരിക അത് ദാമ്പത്യ ജീവിതത്തെ തകർക്കാൻ കാരണമാകുന്ന ഒന്നാണ്. മറിച്ച് എന്തിലേക്ക് നോക്കാനാണ് അല്ലാഹു റസൂൽ സൂചന നൽകുന്നത്, പറയുന്നത്? നിനക്ക് തൃപ്തി ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവളിലുണ്ട്, അതിൽ നീ തൃപ്തനാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, അക്മലുൽ മുഅ്മിനീന ഈമാന, മുഅ്മിനീങ്ങളിൽ ഈമാൻ ഏറ്റവും പൂർണ്ണമാക്കിയവരാരാണ്? ഈമാൻ പൂർത്തീകരിച്ചവർ അഹ്സനുഹും ഖുലുഖ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. ശേഷം അവിടെ പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവരാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ്, ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ വീട്ടിനകത്ത് നീ ബസലും വീട്ടിന് പുറത്ത് നീ അസലുമാവരുത്. എന്ന് വെച്ചാൽ വീട്ടിനകത്ത് ഉള്ളിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ കരയിപ്പിക്കുന്ന സ്വഭാവം, വീട്ടിന് പുറത്ത് തേനും എല്ലാവരോടും നല്ല പഞ്ചസാര വർത്തമാനം പറഞ്ഞ് എല്ലാവരെയും സന്തോഷിപ്പിച്ച് തൃപ്തിപ്പെടുത്തി, വീട്ടിലെത്തിയാൽ ഉള്ളിയുടെ സ്വഭാവം കാണിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അല്ലാഹു റസൂൽ ഏറ്റവും നന്നായി വർത്തിച്ചിരുന്നത് ആരോടാണ്? ഭാര്യമാരോടാണ്. ഈ കാര്യവും പണ്ഡിതന്മാർ പ്രത്യേകം പറയാറുണ്ട്. ഒരാൾക്ക് ഏറ്റവും നന്നായി പെരുമാറാൻ, അവന്റെ സൽസ്വഭാവം പുറത്തെടുക്കാൻ ഏറ്റവും പ്രയാസം ഉണ്ടാകുക ഒരുപക്ഷെ ഭാര്യമാരുടെ മുമ്പിലാണ്. കാരണം ഇവൻ എന്താണെന്ന് അവൾക്കും അവൾ എന്താണെന്ന് ഇവനും നല്ല ബോധ്യമുണ്ട്. നാട്ടുകാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അപ്പോൾ സൽസ്വഭാവം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് ആരിലാണ്? സ്വന്തം വീട്ടിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അതിൽ പ്രത്യേകം വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു വിഷയം, സ്ത്രീകൾ അധികവും പരാതി പറയുന്ന ഒരു വിഷയമാണ് ഭർത്താക്കന്മാരെ സംസാരിക്കാൻ കിട്ടില്ല എന്നത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം കണ്ടെത്തിയിരുന്നതിന്റെ ഉദാഹരണങ്ങൾ. ഖിയാമുൽ ലൈൽ നിസ്കാരത്തിന് ഒരുങ്ങുന്നതിന് മുമ്പായിട്ട്, അഥവാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടി അവിടുത്തെ വീട്ടിൽ വന്നതാണ്. ഇബ്നു അബ്ബാസിന്റെ അമ്മായിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഖിയാമുൽ ലൈൽ രാത്രി നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത നമുക്കറിയാം. അതിനു മുമ്പായിട്ട് അവിടുന്ന് ചെയ്തതായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ഭാര്യയുമായിട്ട് അവിടുന്ന് സംസാരിക്കുമായിരുന്നു എന്നാണ്. നേരെ നിസ്കരിക്കാൻ പോയതല്ല, രാത്രി നിസ്കാരമാണ്, ഒരുപാട് ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ്. പക്ഷെ അതിനു മുമ്പാ ഇത്രയും നേരം വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞ് തന്റെ ഭാര്യയുമായിട്ട് സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ ഹദീസ് ഉമ്മു സർ എന്നറിയപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു കഥയാണ് അതിൽ. ആ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ആ കഥ, അത് അറബിയിൽ മാത്രം വായിക്കുകയാണെങ്കിൽ തന്നെ 10 മിനിറ്റോളം എടുക്കും. അപ്പൊ അത്രയും നേരം ആ കഥ കേട്ടിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബനൂ ഇസ്രായേലിലെ 10-12 സ്ത്രീകൾ ഒരുമിച്ചിരുന്നിട്ട് തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്ന കഥയാണ്. അത് ശ്രദ്ധിച്ച് കേട്ടു എന്ന് എങ്ങനെ മനസ്സിലായി നമുക്ക്? ഹദീസിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംസാരം കഴിഞ്ഞപ്പോൾ നീ പറഞ്ഞ കഥയിൽ ഉമ്മു സറഇന് അല്ലെങ്കിൽ അബൂ സറഇന് ഉമ്മു സറഇ എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ നിനക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ 10-12 ഭാര്യമാരും തന്റെ ഭർത്താക്കന്മാരെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കഥ. അപ്പോൾ അതിന് നല്ല മനോഹരമായ ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംസാരം ശ്രദ്ധിച്ച് കേൾക്കുക, ആൾക്ക് വില കൊടുക്കുക എന്നത് നമ്മുടെ റസൂലിന്റെ മാതൃകയുള്ള കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നോക്കൂ നിങ്ങൾ, വകാന ഖല്ല യൗം, വളരെ വിരളമാം ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങളെ സന്ദർശിക്കാതിരിക്കാറുള്ളൂ. എന്ന് വെച്ചാൽ അധിക ദിവസവും സന്ദർശിക്കാറുണ്ടായിരുന്നു. ഒന്നിലധികം ഭാര്യമാർ ഒരേ സമയം ജീവിച്ചിരുന്നിട്ടും അവിടുന്ന് സന്ദർശിക്കാൻ സമയം കണ്ടെത്താറുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യമാർക്ക് സമയം കൊടുക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിൽപ്പെട്ട കാര്യമാണ്.
സഹോദരിമാരോട് സൂചിപ്പിക്കാനുള്ള ചില വിഷയങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഞാൻ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, സുജൂദ് ചെയ്യാൻ പാടില്ല, ഇനി എങ്ങാനും അനുവദനീയമായിരുന്നുവെങ്കിൽ സാങ്കല്പിക അർത്ഥത്തിൽ പറയുകയാണ്, തന്റെ ഭർത്താവിന് സുജൂദ് ചെയ്യാനായി ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ ഭർത്താവിന് അള്ളാഹു നൽകിയിരിക്കുന്ന സ്ഥാനം ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാം, അൽഫയ സയ്യിദഹ ലദൽ ബാബ്. ആ സ്ത്രീയുടെ ഭർത്താവിനെ സംബന്ധിച്ച് അള്ളാഹു സയ്യിദഹ, അവളുടെ സയ്യിദ്, അവളുടെ നേതൃത്വമുള്ളവൻ, കൈകാര്യ കർത്താവ് എന്ന് വിശേഷിച്ചതായി കാണാം. അതുപോലെ തന്നെ മുൻഗാമികളിൽ ചില സ്ത്രീകൾ തന്റെ ഭർത്താവിനെ സയ്യിദ എന്ന് വിളിച്ചതായി കാണാം. അപ്പോൾ ഭർത്താക്കന്മാരോട് അവരെ പരിഗണിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇത് മാതൃകയാണ്. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉപയോഗിക്കാൻ, വിളിക്കാൻ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ പരസ്പര ബഹുമാനം നൽകുന്ന, പരിഗണന നൽകുന്ന വാക്കുകളായാൽ രണ്ടു കൂട്ടർക്കും അത് തൃപ്തി ഉണ്ടാക്കുകയും ദാമ്പത്യം അത് ഭംഗിയായി മുന്നോട്ട് പോകാൻ സഹായകമാകുകയും ചെയ്യും. ഇമാം തിർമിദി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഭർത്താവ് തൃപ്തിപ്പെട്ട അവസ്ഥയിലാണ് ഭാര്യ മരിക്കുന്നതെങ്കിൽ അത് അവരുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാകും. ഭർത്താവ് തൃപ്തിപ്പെട്ട അവസ്ഥയിലാണ് ഭാര്യ മരിക്കുന്നതെങ്കിൽ അവളുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാകും. ഇത് കാര്യം നിസ്സാരമാക്കരുത് എന്ന് അറിയിക്കുന്ന ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ മോശം സ്വഭാവങ്ങളിൽ പ്രത്യേകം എണ്ണി പറഞ്ഞതാണ് ഇത് കുഫ്രാനുൽ അശീർ, ഭർത്താവിനോട് കാണിക്കുന്ന നന്ദികേട്. ഒരായുസ് അത്രയും അവൾക്ക് കൂടെ വേണ്ടി പണിയെടുത്താലും ഒന്നും ചെയ്തു തന്നില്ല എന്ന് പറയുന്ന ഒരു നന്ദികേടിന്റെ സ്വഭാവം, അത് അത്രയും താക്കീത് ചെയ്യപ്പെട്ട വിഷയമാണ്. ഇമാം ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നൊരു സ്ത്രീ പറയുന്നുണ്ട്, എനിക്ക് ഇബാദത്തിൽ ആസ്വാദനം കിട്ടുന്നില്ല. അപ്പോൾ ഷെയ്ഖ് ചോദിക്കുന്നത്, നിന്റെ ഭർത്താവുമായിട്ട് നീ എങ്ങനെയാണെന്നാ? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ എന്റെ ഇബാദത്തിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്റെ ഭർത്താവിന്റെ കാര്യമാണോ ചോദിക്കുന്നത് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇബാദത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ സ്ത്രീക്ക് അവരുടെ ഭർത്താവിന്റെ തൃപ്തി അല്ലെങ്കിൽ ആളുമായുള്ള ബന്ധം അത് എങ്ങനെയുണ്ടോ അതിനനുസരിച്ചാണ് എന്ന് ആശയം അറിയുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്ന് ഒരു ഹദീസിൽ കാണാം, ഖാന ബശറൻ മിനൽ ബശർ, സാധാരണ ആളുകളെ പോലെ തന്നെയായിരുന്നു അവിടുന്ന്. യുഫ്ലി സൗബഹു, അവിടുത്തെ വസ്ത്രം തുന്നുമായിരുന്നു. വയഹ്ലു ബിശാതഹു, അവിടുത്തെ വീട്ടിലെ ആടിനെ കറക്കുമായിരുന്നു. വയഖ്ദിമു നഫ്സഹു, അവനവന്റെ കാര്യം, തന്റെ കാര്യം സ്വയം തന്നെ സാധ്യമാകുന്നത്ര ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, പുറത്തെ ജോലി തിരക്കും മറ്റും, ആളുകൾ വ്യത്യസ്ത സാഹചര്യത്തിലാണ്, വ്യത്യസ്ത ജോലികളാണ്. അപ്പോൾ ഈ വിഷയത്തിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സാഹചര്യവും കാര്യങ്ങളും മനസ്സിലാക്കി വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. പക്ഷേ അൽബാനി റഹിമഹുള്ള ഏവർക്കും സുപരിചിതനാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ അത്രയും ഹദീസ് അറിയപ്പെട്ട ഹദീസ് പണ്ഡിതൻ പറയുണ്ടാവില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പഠിക്കലും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കലും മാത്രമല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം, മറിച്ച് അത് അത്രയും പിൻപറ്റാൻ അദ്ദേഹം അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞ ഈ കാര്യം. വീട്ടിലെ കാര്യങ്ങളിൽ എനിക്ക് ലജ്ജ തോന്നുമാറ് എന്നെ സഹായിക്കാറുണ്ടായിരുന്നു അദ്ദേഹം എന്ന്. വേറെ ഏതെങ്കിലും സ്ത്രീകൾ കണ്ടാൽ എനിക്കത് മോശമല്ലേ എന്ന് തോന്നുമാറ് വിധത്തിൽ അദ്ദേഹം വീട്ടിലെ കാര്യത്തിൽ സഹായിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും ദാമ്പത്യം, ഇതിൽ നമുക്ക് വലിയ പാടുണ്ട്. അവനവന്റെ ബാധ്യത, അള്ളാഹു ഏൽപ്പിച്ച ബാധ്യത എന്താണോ അത് നിർവഹിക്കാനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ആണിന് ആണിൻ്റെതായ കാര്യങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെതായും. രണ്ടു കൂട്ടരും അവരുടെ ബാധ്യത നിർവഹിക്കുകയാണ്. ആരും എന്താ പറയാ സൂചിച്ച് കഴിയുകയല്ല. അത് അറിയിക്കുന്നതാണ് ഇവരുടെ ദാമ്പത്യം. നോക്കൂ, അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈ ആകെ പ്രയാസത്തിലായി, അധ്വാനിച്ച് അക്കാരണത്താൽ കൈ ആകെ പ്രയാസത്തിലായി എന്ന് അറിയിക്കുന്ന ആസറുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ അറിയപ്പെട്ട ഹദീസാണ്, രാത്രി കിടക്കാൻ നേരത്ത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയാൻ പ്രേരിപ്പിക്കുന്ന ഹദീസ്. ആ ഹദീസിന്റെ സാഹചര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കൈ ആകെ ബുദ്ധിമുട്ടിയിട്ട് പോയതാണ്. ഒരു ഖാദിമിനെ, ഒരു സേവകയെ വെച്ച് തരുമെന്ന് ചോദിക്കാൻ. വീട്ടിലെ പണിയെടുത്ത് ഭാര്യയും വീട്ടിന് പുറത്തു പോയി അധ്വാനിച്ച് ഭർത്താവും രണ്ടാളും പ്രയാസപ്പെടുന്നുണ്ട്. രണ്ടാളും ഏതെങ്കിലും ഒരാൾ സൂചിച്ചിരിക്കുകയല്ല. അപ്പോൾ ബാധ്യതകൾ പരസ്പരം അവനവന്റെ ബാധ്യത കൃത്യമായി നിർവഹിച്ച് അതിൽ സ്വബ്ർ ചെയ്ത് മുന്നോട്ട് പോകൽ
നല്ല ദാമ്പത്യത്തിന് കാരണമാകും. പൊതുവെ ദാമ്പത്യത്തിന് ഉദാഹരണം പറയില്ല അലി ഫാത്തിമ എന്നാണ്. പണ്ഡിതന്മാർ പറയാറുള്ളത് നീ ഫാത്തിമനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നീ അലി ആകുന്ന പറയാറുള്ളത്. അപ്പോൾ അതിൽ പോലും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവനവന്റെ ബാധ്യത മറക്കാതെ അതിൽ തന്നെ ശ്രദ്ധ കൊടുത്തതുകൊണ്ട് ആ ദാമ്പത്യം ഏറെ ഭംഗിയായി മുന്നോട്ട് പോയി. പ്രത്യേകിച്ചും ഫെമിനിസവും മറ്റും പ്രചരിക്കുന്ന അതിലേക്ക് സ്ത്രീകൾ ആകൃഷ്ടമാകുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ ദാമ്പത്യം ഏറെ മാതൃകാപരമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യയെ പരിഗണിച്ചിരുന്നത് എത്രത്തോളമാണെന്ന് അറിയിക്കുന്ന ഒരു സംഭവമാണ്. യഹൂദന്മാർ അതുപോലെ തന്നെ ജാഹിലിയത്തിലുള്ള ആളുകൾ ഹൈലായി കഴിഞ്ഞാൽ, പീരീഡായി കഴിഞ്ഞാൽ അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഹൈലിലായിരിക്കുമ്പോൾ അവിടുന്ന് എൻ്റെ ഒപ്പം ഇരിക്കും. ഒപ്പം ഇരിക്കുക മാത്രമല്ല, അവിടുന്ന് എൻ്റെ അതേ പാത്രത്തിൽ കഴിക്കും. അല്ല, ആ പാത്രത്തിൽ എവിടെയാണോ ഞാൻ എൻ്റെ ചുണ്ട് വെച്ചത് അവിടെ തന്നെ ചുണ്ടുവെച്ച് അവിടുന്ന് ഭക്ഷിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ കാര്യത്തിന് തെളിവ്. ഏത് കാര്യം? സ്നേഹം പ്രകടിപ്പിക്കുക എന്നത്. എൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹമുണ്ട്. ചില പ്രസംഗങ്ങൾ പറയുന്നത് പോലെ ജീവിതഭാരം പേറി ചിരിക്കാൻ മറന്നുപോയവനാണ് വാപ്പ അല്ലെങ്കിൽ ഭർത്താവ് എന്നൊക്കെ പറയാറുണ്ട്. മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ പ്രകടിപ്പിക്കേണ്ട കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ കാണാം, നമ്മുടെ സഹോദരനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ, ദീന്റെ കാര്യത്തിൽ ഒരാളോട് ഒരു ഇഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ, അവരുടെ ഇബാദത്തോ ഇൽമോ ഒക്കെ കാരണം ഇങ്ങനെയാണെങ്കിൽ ആളെ പോയി അറിയിക്കുക, നേരിട്ട് അറിയിക്കുക, പ്രത്യേകം ആളെ പോയിട്ട് അറിയിക്കുക എന്ന് ഹദീസിൽ കാണാം. അപ്പൊ ഇഷ്ടം മനസ്സിൽ വെക്കാനുള്ളതല്ല, ഇത് പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അത് പരസ്പരം ബന്ധം ഊഷ്മളമാകാൻ സഹായിക്കുമെന്ന് മനസ്സിലാക്കുക. ഇനി ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമാകുന്ന ഒന്നാണ് എന്ത്? ഇഹ്സാനു ളന്നി ബൈനഹും, പരസ്പരം നല്ല വിചാരം, നല്ല നിയത്ത്. മോശം വിചാരം വെക്കാതെ കാര്യങ്ങളില്ല, അങ്ങനെ ചെയ്തതിന് അവർക്ക് എന്തെങ്കിലും ന്യായം ഉണ്ടാവും എന്ന് പരസ്പരം എന്ത് വെക്കുക? നല്ല വിചാരം വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, വലൗല ഇദ് സമിഅ്തുമൂഹു വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബിഅൻഫുസിഹിം ഖൈറാ. ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ വ്യഭിചാര ആരോപണം ഉണ്ടായ സമയത്ത്, ഇതുപോലെ തന്നെ ഒരു സ്വഹാബിക്കും നേരെ ഉണ്ടായ സമയത്ത് ഇറങ്ങിയ ആയത്താണ്. ഇത് കേട്ട സമയത്ത് എന്തുകൊണ്ട് മുഅ്മിനീങ്ങൾ അവരെ പറ്റി എന്ത് ചെയ്തില്ല? അവരെ പറ്റി നല്ല വിചാരം വെച്ചില്ല. അവരെ പറ്റി നല്ലത് എന്തുകൊണ്ട് നിങ്ങൾ കരുതിയില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് കരുതിക്കൂടാ? ഈമാനുള്ള ആളുകളാണ്. ഈ മ്ലേച്ഛത്തരം അവർ ചെയ്തെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ കുറിച്ച് നല്ലത് കരുതിക്കൂടാ? മറ്റൊരു ആയത്തിൽ കാണാം, സമയത്തും ഇങ്ങനെ പറയാൻ പാടില്ല, നമുക്ക് പറയാൻ യോജിച്ച കാര്യമല്ല ഇതിന് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ? ഇത് വ്യക്തമായ കളവാണെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ പറ്റി മോശം വിചാരം വെച്ചവരെ ആക്ഷേപിക്കുകയാണ് ഈ ആയത്തിലൂടെ. അപ്പോൾ പ്രത്യേകിച്ചും സംശയരോഗങ്ങൾക്കൊക്കെ ഏറെ പരിഹാരമാണ് ഈ ആയത്ത്. നിസ്സാരമായ കാര്യങ്ങൾക്ക് സംശയം വിഷാദം ഉണ്ടാക്കും. അപ്പോൾ അടിസ്ഥാനം എന്താണ്? മുഅ്മിനായ ഈമാനുള്ള ഒരു മനുഷ്യൻ, ഈമാനുള്ള ഒരു സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, അല്ലാഹു ഹറാമാക്കിയ വ്യഭിചാരത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് മോശത്തരത്തിലേക്ക് പോകില്ല, അതിനോട് വെറുപ്പുള്ള ആളാണ് എന്നതാണ് അടിസ്ഥാനം. ഈമാനുള്ള ആൾ വ്യക്തമായ ഉറപ്പോടുകൂടി അല്ലാതെ ഈ അടിസ്ഥാനത്തിൽ നിന്ന് മാറാൻ പാടില്ല. മോശം വിചാരം വെക്കൽ ഒഴിവാക്കേണ്ടതാണ്. ഈ മോശം വാർത്ത കേട്ടപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് വിചാരിച്ചുകൂടാ? അള്ളാഹു ചോദിക്കുകയാണ്. അപ്പോൾ പരസ്പരം നല്ല വിചാരം വെക്കൽ ദാമ്പത്യത്തിന് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഏറെ സഹായകമാകുന്ന കാര്യമാണ്. ഇനി നോക്കൂ, ദാമ്പത്യത്തിൽ നാം പരീക്ഷിക്കപ്പെടും. അള്ളാഹു പരീക്ഷിക്കാനല്ലാതെ നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല. പല വിധത്തിൽ പല ആളുകൾ പല വിധത്തിലാണ് പരീക്ഷിക്കുന്നത്. ഒരാൾ ഒരുപക്ഷെ സാമ്പത്തികമായിട്ടാണ് പരീക്ഷിക്കപ്പെടുന്നതെങ്കിൽ മറ്റുള്ള സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ധന്യത കൊണ്ടാണ് പരീക്ഷിക്കപ്പെടുന്നത്. വേറെ ചിലർക്ക് ഏറ്റവും അടുത്ത കുടുംബക്കാരെ അള്ളാഹു തിരിച്ചു വിളിച്ചാണ് പരീക്ഷിക്കുന്നതെങ്കിൽ ഇങ്ങനെ പല വിധത്തിൽ വേറെ ചിലർക്ക് ദാമ്പത്യത്തിലായിരിക്കും പരീക്ഷണം. ഇവിടെ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പരീക്ഷണം ദാമ്പത്യത്തിലായിരുന്നു. 2 or 3 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മക്കയിലെ മുഫ്തിയായ ഷെയ്ഖ് ബാസ്മൂൽ അദ്ദേഹത്തിന്റെ സംഭവം പറഞ്ഞതായി കാണാം. 2 or 3 ഭാര്യമാർ അദ്ദേഹത്തെ
വിവാഹമോചനം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹവുമായി ബന്ധം ആ സ്ത്രീകൾ വേർപെടുത്തിയിട്ടുണ്ട്. സാബിത്ത് ബിൻ ഖൈസ് ആരാണ്? സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ്, മോശക്കാരനല്ല. സ്വഹാബി ആയാൽ തന്നെ ഏറെ വലിയ സ്ഥാനമാണത്. അള്ളാഹു സ്വഹാബിയാവാൻ തിരഞ്ഞെടുത്തത് തന്നെ. എന്നാൽ സ്വർഗം കൊണ്ട് സന്തോഷിക വാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. അപ്പോൾ ദാമ്പത്യത്തിൽ പൊരുത്തമില്ലാതെ അള്ളാഹു പരീക്ഷിച്ചേക്കാം. അപ്പോൾ അതിലെന്ത് കാണേണ്ടതില്ല, നമ്മൾ മോശക്കാരായിട്ടാണ് എന്ന് കരുതേണ്ടതില്ല. ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആളെപ്പറ്റി മോശം വിചാരം വെക്കേണ്ടതുമില്ല. തൊലാക്ക് സംഭവിച്ച ആളെ പറ്റി പല കാരണങ്ങൾ ഉണ്ടാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന വിധം പരീക്ഷിക്കും. അപ്പോൾ ഈ സ്വഹാബിയുടെ പരീക്ഷണം അതായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇനി ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, സ്വാഭാവികമായും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വിവരമില്ലാത്ത ആളുകൾ അടുക്കലേക്ക് പോയി പറഞ്ഞ കാരണത്താൽ അത് വലിയ പ്രശ്നമായി തീരുന്നത് കാണാം. അപ്പോൾ അത് ഒഴിവാക്കേണ്ടതുണ്ട്. പ്രശ്നങ്ങൾ അറിവുള്ള ആളുകളിലേക്ക് മടക്കുക. താബീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതായി കാണാം, താബീങ്ങളിൽ ത്വലാഖുമായി ബന്ധപ്പെട്ട് വിവാഹ ബന്ധം വേർപെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരായിരുന്നു സംസാരിക്കാറുള്ളത്? സഈദ് ബിൻ മുസയ്യിബ്. അദ്ദേഹമാണ് ഏറ്റവും താബീങ്ങൾ ശ്രേഷ്ഠമായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അടുക്കലാണ് ഈ വക കാര്യങ്ങൾ പോകാറുള്ളത്. കാര്യത്തിന്റെ ഗൗരവം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സംസാരിക്കാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാവ് വേറൊരു ബന്ധം വിച്ഛേദിക്കാൻ കാരണമായി കൂടാ. അപ്പൊ ഏറെ ഗൗരവമുള്ള കാര്യമാണ്. അബ്ഗദുൽ ഹലാലി ഇലല്ലാഹ്, അനുവദനീയമായ കാര്യങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള ഒന്നാണ് ത്വലാഖ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ത്വലാഖ് കൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നമ്മൾ പറഞ്ഞു നേരത്തെ. പിശാചിന് അതൊരു വലിയ ചാൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാമ്പത്യം അവന് തൃപ്തിപ്പെടുന്ന രീതിയിൽ അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക പിൻപറ്റിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. صلى الله وسلم وبارك على نبينا محمد. الحمد لله رب العالمين.